1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ പൽപു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈവറ്റ് ട്രെയിൻ തേജസ് എക്സ്പ്രസ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈവറ്റ് ട്രെയിൻ തേജസ് എക്സ്പ്രസ്. ഒരേ സമയം 3 വനിതകളെ ഉൾപ്പെടുത്തി കേരളത്തിൽ ആദ്യമായി മന്ത്രിസഭ രൂപീകരിച്ചതാര്? പിണറായി വിജയൻ. ഒരേ സമയം 3 വനിതകളെ ഉൾപ്പെടുത്തി കേരളത്തിൽ ആദ്യമായി മന്ത്രിസഭ രൂപീകരിച്ചത് പിണറായി വിജയൻ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവ് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവ് EV രാമസ്വാമി നായ്ക്കർ. മലയാള നാടക സാഹിത്യ ചരിത്രം രചിച്ചതാര്? G. ശങ്കരപിള്ള. മലയാള നാടക സാഹിത്യ ചരിത്രം രചിച്ചത് G. ശങ്കരപിള്ള. വായനാ ദിനമായ ജൂൺ 19 ആരുടെ ചരമദിനമാണ്? PN പണിക്കരുടെ. വായനാ ദിനമായ ജൂൺ 19 ആരുടെ ചരമദിനമാണ്? PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായ ജൂൺ 19. കേരളം മലയാളികളുടെ മാതൃഭൂമി, 1.25 കോടി മലയാളികൾ എന്നീ പുസ്തകങ്ങൾ രചിച്ച മുൻ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. എൻ്റെ കഥ ഒരു സാഹിത്യകാരിയുടെ ആത്മകഥയാണ്. ആരുടെ? മാധവിക്കുട്ടി. എൻ്റെ കഥ ഒരു സാഹിത്യകാരിയുടെ ആത്മകഥയാണ്. മാധവിക്കുട്ടി കമല സുരയ്യയുടെ ആത്മകഥയാണ് എൻ്റെ കഥ. ഭൂമി സൂര്യനോട് അടുത്തു വരുന്ന സ്ഥാനത്തെ എന്തു പറയുന്നു? പെരിഹീലിയൻ. ഭൂമി സൂര്യനോട് അടുത്തു വരുന്ന സ്ഥാനത്തെ പറയുന്നത് പെരിഹീലിയൻ. ഭൂമിയും സൂര്യനും തമ്മിൽ ഏറ്റവും കൂടിയ ദൂരത്തിൽ വരുന്നതിന് പറയുന്ന പേരെന്ത്? അപ്ഹീലിയൻ. ഭൂമി സൂര്യനോട് അടുത്ത് വരുന്ന സ്ഥാനം പെരിഹീലിയൻ. ഭൂമിയും സൂര്യനും തമ്മിൽ ഏറ്റവും കൂടിയ ദൂരത്തിൽ വരുന്നതിന് പറയുന്നത് അപ്ഹീലിയൻ. അപ്ഹീലിയൻ ദിനമേത്? ജൂലൈ 4. ഗോൾ എന്ന പുസ്തകം രചിച്ച ഹോക്കി താരം ധ്യാൻചന്ദ്. ഗോൾ എന്ന പുസ്തകം രചിച്ച ഹോക്കി താരം ധ്യാൻചന്ദ്. ആരുടെ ദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? ധ്യാൻചന്ദിൻ്റെ. ഓഗസ്റ്റ് 29. ആരുടെ ദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? ധ്യാൻചന്ദിൻ്റെ. ബിയോണ്ട് 10,000 ആരുടെ കൃതി? അലൻ ബോർഡർ. ബിയോണ്ട് 10,000 ആരുടെ കൃതി? അലൻ ബോർഡർ. മികച്ച കർഷകന് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന അവാർഡിൻ്റെ പേരെന്ത്? കൃഷി പണ്ഡിറ്റ്. ന്യൂയോർക്ക് ടൈംസിൻ്റെ 2023 സന്ദർശിക്കേണ്ട 52 സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം കേരളം. ലോകകപ്പ് ഫുട്ബോളിലും ലോകകപ്പ് ക്രിക്കറ്റിലും ജേതാവായ ആദ്യ രാജ്യം ഏത്? ഇംഗ്ലണ്ട്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചതെന്ന്? 2019 ജൂലൈ 22. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22. 2023 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായതാര്? ശ്രീകുമാരൻ തമ്പി. 2023 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി ആർട്ടിക്കിൾ 370 സംസ്ഥാന പദവിയും റദ്ദാക്കിയത് എന്ന്? 2019 ഓഗസ്റ്റ് 5. ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനലിൽ എത്തിയ ആദ്യ ആഫ്രിക്കൻ രാജ്യം മൊറോക്കോ. ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനലിൽ എത്തിയ ആദ്യ ആഫ്രിക്കൻ രാജ്യം മൊറോക്കോ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്നതിൻ്റെ റെക്കോർഡ് ഇപ്പോൾ ആരുടെ പേരിലാണ്? ഉമ്മൻചാണ്ടി. ലോക ബാഡ്മിൻ്റൺ വനിതാ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരി PV സിന്ധു. 2019 ലോക ബാഡ്മിൻ്റൺ വനിതാ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരി PV സിന്ധു. IDBI സ്ഥാപിതമായത് 1964 IIBI സ്ഥാപിതമായത് 1991 അവയുടെ പൂർണ്ണ രൂപമെന്ത്? IDBI ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. IIBI ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. IDBI സ്ഥാപിതമായത് 1964 IIBI സ്ഥാപിതമായത് 1991 അവയുടെ പൂർണ്ണ രൂപം IDBI ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, IIBI ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ.
13,176 പേർ ഒപ്പിട്ട ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് രാജാവിനാണ്? ശ്രീമൂലം തിരുനാളിന്. 13,176 പേർ ഒപ്പിട്ട ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിന്. 1900-ൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടതാർക്ക്? കഴ്സൺ പ്രഭുവിന്. 1900-ൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സൺ പ്രഭുവിന്. ആലപ്പുഴയെ കിഴക്കൻ വെനീസ് എന്ന് വിശേഷിപ്പിച്ചതാര്? കഴ്സൺ പ്രഭു. MNPയുടെ പൂർണ്ണരൂപമേത്? മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി. MNPയുടെ പൂർണ്ണരൂപം മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി. NICന്റെ പൂർണ്ണരൂപമെന്ത്? നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കരിയർ എൻഹാൻസ്മെൻറ്റ്. പുരാണ കഥകളെ ആസ്പദമാക്കി സാകേതം, കാഞ്ചനസീത, ലങ്കാലക്ഷ്മി എന്നീ നാടകങ്ങൾ രചിച്ചതാര്? CN ശ്രീകണ്ഠൻ നായർ. പരീക്ഷ എന്ന പ്രശസ്ത നാടകത്തിൻ്റെ കർത്താവാര്? TN ഗോപിനാഥൻ നായർ. പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്നതെന്ന്? ജനുവരി 3-ന്. പരിക്രമവേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്നതെന്ന്? ജനുവരി 3-ന്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്. CPRIയുടെ പൂർണ്ണരൂപമെന്ത്? സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം ഏത് കൃതിയിലേതാണീ വരികൾ? കുമാരനാശാൻ്റെ നളിനി. ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ബിരുദം നേടിയ ആദ്യ വ്യക്തി? ഡോക്ടർ പൽപ്പു. ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ബിരുദം നേടിയ ആദ്യ വ്യക്തി? ഡോക്ടർ പൽപ്പു. തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചതാര്? ഡോക്ടർ പൽപ്പു. മഹാരാഷ്ട്ര ടൂറിസം മന്ത്രാലയം ദേവഗിരി എന്ന പേരിൽ പുനഃനാമകരണം ചെയ്ത കോട്ട? ദൗലത്താബാദ് കോട്ട. സംസ്ഥാനത്തെ ചെറുകിട സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ദേശീയ അന്തർദേശീയ തലത്തിൽ പരിചയപ്പെടുത്തുന്നതിന് വ്യവസായി വകുപ്പ് ഒരുക്കുന്നതാണ് B2B. B2Bയുടെ പൂർണ്ണ രൂപമെന്ത്? ബിസിനസ് ടു ബിസിനസ്. സിനിമയാക്കിയ മലയാളത്തിലെ ആദ്യ നോവൽ? മാർത്താണ്ഡവർമ്മ. സിനിമയാക്കിയ മലയാളത്തിലെ ആദ്യ നോവൽ മാർത്താണ്ഡവർമ്മ. രാജ്യത്തെ ആദ്യ ക്ഷേത്ര നഗര ടെലിമെഡിസിൻ കേന്ദ്രം ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എവിടെയാണ്? ശബരിമല. രാജ്യത്തെ ആദ്യ ക്ഷേത്ര നഗര ടെലിമെഡിസിൻ കേന്ദ്രം ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ശബരിമല. ശബരിമല പത്തനംതിട്ട ജില്ലയിലെ ഏതു താലൂക്കിലാണ്? റാന്നി. COVID-19 പൂർണ്ണ രൂപമെന്ത്? കൊറോണ വൈറസ് ഡിസീസ് 2019. 1917-ൽ സഹോദര സംഘം സ്ഥാപിച്ചതാര്? സഹോദരൻ അയ്യപ്പൻ. 1917-ൽ സഹോദര സംഘം സ്ഥാപിച്ചതാര്? സഹോദരൻ അയ്യപ്പൻ. കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാര്? സഹോദരൻ അയ്യപ്പൻ. കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. ആലാഹയുടെ പെൺമക്കൾ എന്ന നോവൽ രചിച്ചതാര്? സാറ ജോസഫ്. കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച ശാസ്ത്രീയ പഠനശാഖയുടെ പേരെന്ത്? ക്രിമിനോളജി. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ 8 അത്ഭുതങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നിർമ്മിതി? സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണല്ലോ. കേരളം, കർണാടക, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ സംസ്ഥാന മൃഗമേത്? ആന. ഐക്യരാഷ്ട്രസഭ കുടുംബ കൃഷി വർഷമായി ആചരിച്ച വർഷം 2014. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായും വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായും ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം 1950. കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഉപനിഷത്ത് വാക്യം? സത്യമേവ ജയതേ.
നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊൽക്കത്ത. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. നായർ സർവീസ് സൊസൈറ്റി NSSൻ്റെ ആദ്യ പേര്? നായർ സമുദായ ഭൃത്യ ജനസംഘം. NSSൻ്റെ മുഖപത്രം സർവീസ് 1919 ആരംഭിച്ചു. അനിമോമീറ്ററിൻ്റെ ഉപയോഗം എന്ത്? കാറ്റിൻ്റെ വേഗത അളക്കാൻ. അനിമോമീറ്ററിൻ്റെ ഉപയോഗം കാറ്റിൻ്റെ വേഗത അളക്കാൻ. KFC എന്നാൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. KSFE ലിമിറ്റഡ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ്. KSFE ലിമിറ്റഡ് എന്നതിൻ്റെ പൂർണ്ണ രൂപം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ്. കമലേഷ് ശർമ്മയുടെ പിൻഗാമിയായി കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ സ്ഥാനത്തെത്തിയ വനിതയാര്? പെട്രീഷ്യ. കരസേനാ ദിനം ജനുവരി 15. കരസേനാ ദിനം ജനുവരി 15. ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15. സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് 15. എഞ്ചിനീയേഴ്സ് ദിനം സെപ്റ്റംബർ 15. ലോക വിദ്യാർത്ഥി ദിനം ഒക്ടോബർ 15.